ആത്മഹത്യ ചെയ്യാൻ പോകുന്ന നായിക പാവം ദിലീപ് അഭിനയിക്കുന്നു. അവന്റെ കുട്ടി ഫോക്കസ് ചെയ്ത് വെച്ചിട്ട് എന്തത് വടി പോലെ ഇരിക്കണമുണ്ട്. ഒരു ഷൂട്ടിന് വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞൊരു ഷൂട്ടിന് വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാൻ വെച്ച് എന്ത് ഉണ്ട് ഒരു വ്ളോഗ് കൂടെ എടുത്തുകൂടാന്ന് വിചാരിച്ച് ഞാൻ പോയിരുന്നു. പക്ഷേ പിന്നെയാണ് ഞാൻ വീട്ടിൽ വന്ന് ഈ വീഡിയോ കണ്ടപ്പോഴാണ് അറിഞ്ഞത് വീഡിയോ ഉണ്ട് ഓഡിയോ ഇല്ലയെന്ന്. സംഭവം കാർപ്ലേ ആയിട്ട് കണക്റ്റ് ആയിപ്പോയി. അപ്പോൾ ഇന്ന് ഒരു ഷൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ നേരെ ചിറയൻകീഴിലോട്ട് പോവുകയാണ്. അതിന് മുമ്പ് എനിക്ക് ക്യാമറമാനെ ജയദേവനെ വിളിക്കാൻ പോകണം. അപ്പം ഞാൻ നേരെ അവനെ വിളിക്കാനായിട്ട് പോവുകയാണ്. ഗൈസ് ഞാനങ്ങനെ അവനെ പിക്ക് ചെയ്ത് അവൻ്റെ വീടെന്ന് പറഞ്ഞാൽ നമ്മളെ പാറശാലയ്ക്ക് അടുപ്പിച്ച് എത്തണം. അതായത് നമ്മളെ കന്യാകുമാരി പോകുന്ന റോഡിൽ തന്നെയാണ്, റോഡ് സൈഡ് തന്നെയാണ് അവൻ്റെ വീട്. അപ്പം ഞാൻ അവനെയും പിക്ക് ചെയ്ത് നേരെ ഇനി ഇവൻ്റെ കയ്യിൽ ക്യാമറ ഉണ്ടെന്നാണ് വിചാരിച്ചത്. പക്ഷെ അവൻ ക്യാമറ എടുക്കാതെയാണ് വന്നത്. ഇവനെ പിക്ക് ചെയ്തിട്ടാണ് ഇനി അടുത്ത ക്യാമറ എടുക്കാൻ വേണ്ടി ക്യാമറ സ്പോട്ടിലോട്ട് പോവാൻ. ചെറുക്കൻ ഗ്ലാമറൊക്കെ വെച്ച് ഇങ്ങനെ ജിമ്മ് പോലെയൊക്കെ ആയി കേട്ടോ. സംഭവം കുറേ നാളായി ഞാൻ കണ്ടില്ല. എനിക്കൊന്ന് ഒരു 2-3 മാസമായി. അവന് കുറച്ച് പ്രശ്നങ്ങളും പേഴ്സണലായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫോൺ വിളിയൊന്നും ഇല്ലായിരുന്നു. സംഭവം അവൻ്റെ ഫോണൊക്കെ എന്തോ പണയമൊക്കെ വെച്ച് അങ്ങനെയൊക്കെ കുറേ ഇതായിരുന്നു. അങ്ങനെ ഇപ്പം കണ്ടതിൻ്റെ കട്ട സന്തോഷമാണ് കേട്ടോ ഈ മുഖത്ത് കാണുന്നത്. അങ്ങനെ കുറച്ചു നേരത്തെ കഷ്ടപ്പാടിനൊടുവിൽ നമ്മൾ ക്യാമറ എടുത്തോട്ടതാ വീഡിയോ എടുക്കാൻ പൊക്കോണ്ടിരിക്കുക. ചെറുക്കനെ ഞാൻ രാവിലെ എണീച്ചപ്പോൾ ഞാൻ പറഞ്ഞേ ഞാൻ 1 മണിക്ക് വന്നാ. ഞാൻ പറഞ്ഞത് 11:30 ഞാൻ എണീച്ച് പറഞ്ഞാൽ ഇറങ്ങട്ടാ. വേണ്ട 1 മണിക്ക് എന്നെ പിക്ക് ചെയ്യാൻ വന്നതേന്ന്. പിക്കല കൈയും വീശി റോട്ടിൽ നിൽക്കും. ക്യാമറ എന്തിനാ ചോദിച്ചപ്പോഴേ ക്യാമറ ഇല്ലെന്നാ, അത് വേറെ ഒരു പയ്യന്റെ വീട്ടിലിരിക്കണം. അപ്പൊ ശരി പിന്നെ അവിടെ പോയി എടുക്കാം. അവിടെ ചെന്നപ്പോ അവൻ എടുക്കണില്ല, അവന്റെ വീട്ടിൽ ആരും എടുക്കണില്ല. എടാ സംഭവം എന്ന് പറഞ്ഞാ ഇത് എന്റെ ഒരു ഫ്രണ്ടാണ് ക്യാമറ തരാന്ന് പറഞ്ഞത്. അപ്പം അവന്റെ വൈഫിന്റെ വീട്ടിലോട്ട് ചെന്ന് ക്യാമറ എടുത്താൽ മതി എന്ന് പറഞ്ഞിരുന്നു. ക്യാമറ അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവനും കോൾ എടുക്കില്ല, അവന്റെ വൈഫും കോൾ എടുത്തില്ല. അവസാനം അവളെ വിളിച്ച് വേറെ എടുത്ത് നമ്പർ ഒപ്പിച്ച് അവളെ വിളിച്ചപ്പം ക്യാമറ അവിടെ കൊണ്ടുവച്ചില്ല എന്ന് പറയും. അങ്ങനെ ആ എടുത്തോണ്ട് പോയതിനെ വിളിക്കാൻ പറഞ്ഞ് ലേറ്റ് ആവും എന്നൊക്കെ പറഞ്ഞു. അവസാനം എങ്ങനെയാണെന്ന് പറയട്ടോ നമ്മൾ ഷൂട്ട് തേഞ്ഞെന്ന് വിചാരിച്ചു. അങ്ങനെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ നട്ടുചേട്ടൻ ഓർമ്മ വന്നു. നട്ടുചേട്ടൻ എന്ന് നട്ടുചേട്ടാ നിങ്ങളെ ദൈവം. അങ്ങനെ നട്ടുചേട്ടനെ വിളിച്ചു ചോദിച്ചപ്പോ നട്ടുചേട്ടന്റെ വൈഫിന്റെ വീട്ടിലോട്ട് വെള്ളനാടുണ്ടെന്ന് പറഞ്ഞ് ചേട്ടാ സിറ്റിയിലാണ് നിൽക്കുന്നത് പറഞ്ഞു. അങ്ങനെ വെള്ളനാട് ക്യാമറ എടുത്തോണ്ട് നമ്മൾ ഷൂട്ട് എടുക്കാൻ പോവുകയാണ്. പിന്നെ അതിന്റെ നായികയെ വിളിക്കാം. വേറൊരു കോമഡി എന്ന് പറഞ്ഞാലേ നടിയുടെ പേരെ ഞാൻ പറഞ്ഞു നടി നിങ്ങൾ നേരിട്ട് കാണിച്ചു തരാം. നടിയുടെ അടുത്ത് ഈ വേട്ടവളെ ഇന്നലെ വിളിച്ചിട്ട് പറയല്ലേ 1 മണിക്ക് ഇറങ്ങി നിൽക്കണം. അവള് 1 മണിക്ക് മേക്കപ്പ് റെഡിയായി കോസ്റ്റ്യൂം ഇട്ട് നിൽക്കണം. ഇപ്പൊ വിളിച്ചിട്ട് സമയം 3 മണിയായി. അവള് വിളിച്ചിട്ട് എവിടെയുടെ നീ നമ്മളവിടെ എത്തി വളവെത്തി അവിടെ എത്തി ഇവിടെ എത്തി. എന്തായാലും മഴയുടെ ഒരു കോളുണ്ട്. വീഡിയോ എടുക്കും, വീഡിയോ ഉറപ്പായിട്ട് തിരിക്കും. വീഡിയോ എടുത്തിട്ടേ ഞാൻ പോകും. മഴയത്തായിരുന്നാലും ഞാൻ എടുക്കും നീ എടുക്കും അഭിനയിക്കാം. പക്ഷെ നമുക്ക് കിട്ടിയതല്ല, വെറൈറ്റി ആയിരിക്കും വീഡിയോ. ആ വീഡിയോ വെറൈറ്റി ആയിരിക്കും. നമ്മള് മഴയത്ത് ചെയ്യണ സാധനങ്ങളെല്ലാം നമ്മള് കിളിയെ തത്തക്കിളിയെ അതൊട്ടും പ്രതീക്ഷിക്കായിരുന്നു. വെയിൽ പ്ലാൻ ചെയ്ത് പോയതാണ്. പ്ലാൻ ചെയ്ത് പോയത് മഴയത്തായി പോയി. പക്ഷെ ആ വീഡിയോ ഹിറ്റ് ആയില്ലേ? അത് വേറെ ആ വീഡിയോയിലാണ് നമ്മളെ തുടക്കം. പിന്നെ അതിന് പഞ്ചസാര വണ്ടി അങ്ങനെ എന്തായാലും നമ്മളടുത്ത് നടിയെ എത്തിയിട്ട് ബാക്കി വ്ലോഗ് നേരെ നടിയുടെ അടുത്തോട്ട് പോട്ടെ. ബൈ ബൈ. നടിയുടെ ചീത്തോളി മൊത്തം കേൾക്കണം. ഒളിച്ച് ക്യാമറ എടുക്കാൻ കേട്ടോ. ശരി ബൈ ബൈ. മഴ ഒപ്പം മഴ ഇതെന്തിനാവോന്ന് എനിക്ക് അറിഞ്ഞൂടെ. അയ്യോ നെടുമങ്ങാട് സൈഡ് നല്ല മഴ കേട്ടോ. മഴ കാണിച്ചോളൂ, നല്ല മഴയുണ്ട്. ഷൂട്ട് തേയില്ല, ഞാൻ വിടൂല, ഞാൻ എടുക്കും. ഞാൻ ഉറപ്പായിട്ടിരിക്കും. നമ്മള് വേറെ പാട്ട് എടുക്കും അല്ലേ? വേറെ പാട്ട് എടുക്കും. നമ്മള് എന്തായാലും എടുക്കും, എടുത്തിട്ടേ പോയി. ഒരു രക്ഷയില്ലാത്ത മഴ. പക്ഷെ എന്തായാലും നടി നമ്മളെ തള്ളക്കി വിളിക്കണായിരിക്കും. ഗൈസ് അങ്ങനെ നമ്മളിവിടെ എത്തി. വലിയ മഴയായിരുന്നു കേട്ടോ. അങ്ങോട്ട് ചീത്തോളിയാക്കുന്നില്ലേ? ആ സൈഡിൽ കൂടെ കയറി, ആ സൈഡിൽ കൂടെ കയറി. ഇപ്പൊ ചീത്തയാക്കുന്ന ഞാൻ വെച്ചിക്കാം. എന്തിനാ ഇറങ്ങിയ വേര? അതേത് വേര്? 1.5 മണിക്കൂർ ലേറ്റ്. വേരിറങ്ങിയത് ഗൈസ്, വേരിറങ്ങിയത്. ആരാണ് ഇവ 3 മണിക്ക് ഇറങ്ങാനല്ലേ നിന്റെ അടുത്ത് പറഞ്ഞത്? 1 മണിക്ക് പിക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇത് ഏത് സമയമാണോ നമ്മൾ ഇട്ടേക്കണം? എടാ ഇത് നമ്മള്
ന്യൂസിലാൻഡ് UK ടൈമാണ്. UK ടൈമാണ് ഇട്ടേക്കണത്. ഞാൻ പറഞ്ഞ ടൈം 1 മണിക്കൂർ ഇതായി. ഇങ്ങനെയൊന്നും വിശ്വസിച്ച് ഒരിടത്ത് ഇറങ്ങണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ വീഡിയോ എടുക്കാൻ പോവുകയാണ്. വെയിലുണ്ട്, ഇടയ്ക്ക് മഴ. നീ വിശ്വസിച്ചിറങ്ങണ്ടെന്ന് പറഞ്ഞല്ലേ? ഞാൻ എത്ര മണിക്ക് വീട്ടിൽ നിന്ന് ഈ അലവിനെ ചോദിച്ചാണ് ഞാൻ എത്ര മണിക്കാണ് നിന്റെ വീട്ടിൽ വന്നത്? ഞാൻ എസ്റ്റിമേറ്റ് ഇട്ട സമയം 12:45 ഒന്ന് ആലോചിച്ച് ചോദിക്കാണ്. ഇവ എന്റെ അടുത്ത് ആദ്യമേ പറഞ്ഞു, അളിയ 11 മണിക്ക് ഇറങ്ങട്ടോ. ഞാൻ വേണ്ട, നീ 12 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങിയാൽ മതി. ഞാൻ ക്യാമറയുടെ ടൈം ഇട്ടാണ് ഇറങ്ങിയത്. പക്ഷെ ക്യാമറയാണ് തേഞ്ഞത്. ക്യാമറയും കിട്ടി, നടിയേയും കിട്ടി. ഇതാ പോവുകയാണ്. അപ്പൊ ഇനി ബാക്കി വിശേഷങ്ങൾ അടിക്കെന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ? അപ്പം ശരി, ഓക്കെ, ബൈ ബൈ. വീടെത്തിയത് ആഴ്ചകളങ്ങനെ ലൊക്കേഷനിലെത്തി കൊഞ്ചി എടുക്കാൻ പറ്റിയ വേഷം. അങ്ങനതാ നായിക. ഒരു സംബന്ധവും ഇല്ലാത്തൊരു ഡ്രസ്. ഒരു കുഴപ്പമില്ല, നല്ലതാ. നീ എന്തോന്ന് ഇത്? വൈബിടാ അത്. സൂപ്പർ, അടിപൊളി നിക്കർ. എന്തെങ്കിലും പറയാനുണ്ടോ? നീ എന്തിനാ പശുവിനെ കെട്ടാൻ വന്നേ? അല്ല, പോത്താ കാളയാ? ആ, പോത്ത്. വിഷം വല്ലോണോ നിന്റെ ഫേമസ് പാർക്ക്? നമ്മളെങ്ങനെ അപ്പുറത്ത് പോവും? നമ്മളെങ്ങനെ അപ്പുറത്ത് വീഡിയോ എടുക്കാൻ പോവും? നമ്മളെങ്ങനെ അവിടെ അപ്പുറത്ത് വീഡിയോ എടുക്കാൻ പോവും? ബോട്ടാ? ആത്മഹത്യ ചെയ്യാൻ പോകുന്ന നായിക. വെള്ളമെടുത്തോണ്ട് പോയല്ലോ തുഴഞ്ഞ്. കൊഞ്ചി ചിരിച്ചാൽ. ഗൈസ്, അങ്ങനെ നമ്മൾ സ്പോട്ടിലെത്തി. നമ്മുടെ നടി ഫുഡ് കൊണ്ടുവന്നോണ്ട് ഒരുവിധം വിശപ്പൊക്കെ മാറിയില്ലടാ. ഇവിടെ അയല പോടാ. EMS പാർക്ക് ഇതിനകത്തൂടെ തന്നെ തോന്നുന്നു. ചെറിയ കിഴി. ഓ, എന്ത് രസമല്ലേ. മറ്റേ ഉണ്ണിമോൻ തന്നെ ഫോൺ വാങ്ങിച്ച് പിടിച്ചാൽ വായിക്കാത്ത നായിക. നീ പശു നിൽക്കുമ്പോൾ കുഞ്ഞു കറുപ്പം കാള നിൽക്കുമ്പോൾ കുഞ്ഞില്ലേ ഇടയായിരുന്നു. വാടേടാ. മോനെ, എന്റെ മോനെ, കേരളത്തിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ നല്ല നാറ്റം. ട്രിവാൻഡ്രത്ത് ഇമാതിരി സ്ഥലം ഉണ്ടായിരുന്നു. വ്ളോഗിൽ വന്നിട്ട് അവന്റെ മ്ലേച്ഛ വർത്താനം കണ്ടോ? എന്റെ മോനെ, nature is beautiful on nature. നായികയും ചവിട്ടി, നായകൻ ചവിട്ടി. തറ നോക്കി വരണം. സെറ്റ് സ്ഥലോടാ. എന്താണ് എന്നെ എല്ലാം എടുക്കാം. ഞാൻ ക്യാമറ കൊണ്ട് വെള്ളമുണ്ടോ? അതില് ഷോട്ട് എടുക്കാടാ. അതൊക്കെ ക്രിയേറ്റ് ചെയ്യണം. അതെങ്ങനെ ഇരിക്കടാ അതില്. നല്ല വിഷ്വൽ എടുത്തോണ്ടിരിക്കുവായിരുന്നു. സൂപ്പർ. എന്തിനാ ഇത്? ഇതെന്തത് വടി പോലെ ഇരിക്കണമുണ്ട്. കമോൺ ഗൈസ്, ടൈം, നമുക്ക് ടൈമാണ് വിഷയം. നമ്മളെ ക്യാമറമാൻ റെഡിയാണ്, നടി റെഡിയാണ്, നടൻ റെഡിയാണ്. നമ്മളെല്ലാം ഡ്രസ്സൊക്കെ ചെയ്ത് അല്ലേ? അപ്പം ഇനി നേരെ ഷൂട്ടിൽ കാണാം. ഇനി ഇതിൻ്റെ ഇടയിൽ നല്ല നല്ല കോമഡികൾ ഷൂട്ടുകളെല്ലാം കാണാൻ. ഇതിൽ
നടി വെള്ളത്തിൽ നിന്ന് വരുന്ന ഒരു സീനുണ്ട് കേട്ടോ. നമ്മള് വീഴുമ്പോ ക്യാമറ കൂടെ വീഴും. വീഴുന്നു. അത്ര ബുദ്ധിമുട്ടുണ്ട്. ഇതാണ് കേട്ടോ സ്ഥലം, സ്പോട്ട്. ഈ സ്ഥലമാണ് ലക്ഷദ്വീപിലെ സ്ഥലം ഒന്ന് പറഞ്ഞു കൊടുക്കണ്ടല്ലേ. സ്ഥലം എവിടെ ഇത്? അല്ല നിനക്കറിയാം ഇതായ സ്ഥലമൊന്ന്. എനിക്ക് അറിഞ്ഞൂടാ. എന്നെ കൊന്നിട്ട് പോലും തെളിവില്ല. മറ്റേ ബിഗ് ബോസ്, ബിഗ് ബോസ് അല്ലല്ലോ ആ സിനിമയുടെ പേരെന്താ? മൈ ബോസ്. ആ ഷൂട്ടൊക്കെ ചെയ്ത സ്ഥലമാണ്. പാവങ്ങൾ. അത് ആലപ്പുഴ. ഇത് പാവങ്ങൾ ആലപ്പുഴ. തുടങ്ങാടാ. റെഡി, മറിഞ്ഞോ. റെഡി, 1 2 3 റെക്കോർഡിംഗ്. എന്തേച്ചി ഭയങ്കര ശോകമാണ് ആക്ടിങ്. ആരടാ? പോരാട്ടോ സീരിയലില് ഒരു റീൽസിന് വേണ്ടി എന്തൊക്കെ അഭിനയിക്കുന്ന ദിലീപ്, പാവം ദിലീപ് അഭിനയിക്കുന്നു. അവന്റെ കുട്ടി ഫോക്കസ് ചെയ്ത് വെച്ചിട്ട് ഇതേത് ലുക്കടാ. നീ കയ്യിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ തളിക്കണം. വെള്ളത്തിൽ വീഴും അബി. 1 2 3 റെക്കോർഡിംഗ്. ഇങ്ങനെയൊക്കെ പറഞ്ഞു ആദ്യം കൊഞ്ചി എല്ലാം ഇവിടെ വെക്കാനാ. ഗായ്സ്, അങ്ങനെ നമ്മുടെ ഷൂട്ട് അവസാനിച്ചു. നമ്മളെ അവൻ പാക്ക് ചെയ്തു. നമ്മള് ക്യാമറമാൻ എന്താ പാക്ക് ചെയ്ത്. അവിടെ ചാണകമൊക്കെ ഉണ്ട്, അതൊന്നും പറക്കി ബാഗ് വെച്ചോളല്ലേ കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു ഷൂട്ട് മാഡം? വളരെ വളരെ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഒരു ഫ്രെയിം വാങ്ങിച്ചിരുന്ന ആ ബാഗ് ഊരി വെച്ചിട്ട് പോകും കണ്ടല്ലേ. അയ്യോ നോക്ക്. എടാ ഇങ്ങനെ പിടിച്ചാണ് നമ്മളിങ്ങനെ നടന്നു വരടാ ഫ്രെയിമിൽ കൂടെ ഇങ്ങനെ വെച്ചു. തെങ്ങി ഇങ്ങോട്ട് നടന്നു. ഞാൻ ഈ തെങ്ങി നടന്നു. നുരകളറിയും ബാക്ക്ഗ്രൗണ്ട് ഞാൻ വേണേ പാടാം. കൊഞ്ചി കൊഞ്ചി ഗായ്സ് രണ്ടും കൂടി ഇപ്പൊ പോവും. കഴിഞ്ഞടാ എടാ കൊച്ചിനെ കുടുംബത്തുണ്ടാക്കണം. ഭർത്താവ് വെയിറ്റിംഗ് അവക്ക്. ഓ ഓക്കെ ഓക്കെ, ഭർത്താവ് വെയിറ്റിംഗ് എടാ അവക്ക് അവിടെ. സത്യം. ഓക്കെ ഗായ്സ്, ആ ചാണകം നോട്ട് ചെയ്ത് ഇട്ടോണേ. പോയാ ഇതൊരു പെട്ടെന്ന് വന്നു ഞാൻ കൊഞ്ചി കൊഞ്ചി ചിരിച്ച ഇപ്പൊ ചാണകം ചവിട്ടിയാനെ. ആ കൊഞ്ചി കൊഞ്ചി ചിരിച്ചാൽ പുഞ്ചിരിത്തോട്ടം. ആ ബ്യൂട്ടി ആയി. ബാക്കപ്പ് ഗായ്സ്, ബാക്കപ്പ്. ഷൂട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ വീഡിയോ ഇതിന്റെ വീഡിയോ ഉടനെ കുറച്ച് കഴിഞ്ഞ് മിക്കതും മെയ് ജൂൺ ആ സമയം വരും. ഇല്ല ഉടനെ വരും. അപ്പം നായികക്ക് ഇനി കൊച്ചിനെ കുടുംബത്തുണ്ടാക്കണം. ഭർത്താവ് വെയിറ്റിംഗ് ആണ്. ഭർത്താവും കൊച്ചുമൊക്കെ വെയിറ്റിംഗ് ആണ്. വീട്ടിലെ വിളക്ക്, ഫ്ലവേഴ്സിൽ വീട്ടിലെ വിളക്കിൽ നാളത്തേക്ക് ഷൂട്ടിന് പോവുകയാണ്. അപ്പം ഇന്നത്തോടെ ഇനി കിട്ടുള്ളൂ. ഇനിയിപ്പം 2 ആഴ്ച കഴിഞ്ഞേ വരുള്ളൂ. 2 ആഴ്ച കഴിഞ്ഞ് പറയട്ടോ 2 ആഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ഷൂട്ട് വരുന്നതാണ്. അപ്പൊ ഇന്നത്തെ ഷൂട്ട് ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. അപ്പം ഇത്രയും നേരം നമ്മളോട് സഹകരിച്ച എല്ലാവർക്കും, അവന്റെ ഉണങ്ങിയ മുണ്ടും പിന്നെ മറ്റേ കറുത്ത പശുവിനെ പോലെ നിൽക്കണം അവനെ, പിന്നെ നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഏതോ ഹോട്ടലിന്റെ പേരെന്താടാ? ബാർബിക്യൂ സ്പേസ് അല്ലേ? ഈ മെനു നോക്കണമായിരുന്നു. നിനക്ക് വല്ല അറിയാമോ ഇതിനകത്ത്? എല്ലാം പറയൂലല്ലേ?
നിനക്ക് എന്തിനാണ് ഒറ്റ മൈൻഡ് എന്തിനാണ് അൽഫാം അൽഫ മാത്രം കഴിക്കുള്ളൂ. സീരിയൽ നടിക്ക് എന്തിനാണ് സീരിയൽ നടിക്ക് എന്തിനാണ് I want to romantic shawarma. അത് മതിയാ പോരെ വേറെ എന്തിനാ മഞ്ചേരി വീട്ടിൽ കഞ്ഞിയും പേര് കുടിക്കുന്ന ഷവർമ കഴിച്ചാൽ വിശപ്പ് പോകൂല. മന്തി മഞ്ചേരി അത്ര വിശപ്പില്ല. വിശപ്പിനനുസരിച്ചുള്ള ആഹാരം കഴിക്കുക. അതിലപ്പുറം കഴിക്കുന്നത് നമ്മൾ മറ്റൊരാളുടെ ആഹാരം. സീരിയൽ ഡയലോഗ് വരുന്നുണ്ട്. വിജയ് കത്തി സിനിമയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കഴിക്കുന്ന ഇഡലിയിലും എക്സ്ട്രാ കഴിക്കുന്ന ഇഡലി മറ്റൊരാളുടെ ഇഡലി നമ്മുടെ വയറ് നനച്ച വണ്ടി കയറി കിടച്ചെടുത്ത് പോകാൻ പറ്റൂലല്ലോ. കഴിച്ച വേണ്ടി ഒരൽഫ അല്ലേ ഷവർമ്മ പറഞ്ഞത്. ഷവർമ്മയുടെ കൂടെ തൊട്ട് കൂട്ടാൻ ഒരൽഫ. വേണ്ടാത്ത പോയി കെട്ടിപ്പൊങ്ങി വിടും. ക്വാർട്ടർ ലെഗ് ക്വാർട്ടർ ലെഗ് ബ്രസ്റ്റ് കഴിയും നല്ല ക്ഷീണമാണ്. അതിനൊക്കെ എന്ത് വേണം അപ്പം? എല്ലാവർക്കും അൽഫാം അല്ലേ? മാത്രമല്ല വേറൊന്നും കഴിക്കുന്നില്ല. പൊറോട്ട ഇല്ല ഇവിടെ ഇല്ല. പുട്ടും ബീഫും ഇല്ല. ഗിവ് ടു മീ. നമ്മൾ വന്നപ്പോൾ ആരും പറയാനില്ല. മെനു വലിയ കാര്യത്തിൽ കൊണ്ടു തന്നില്ലേടാ. മെനു ഞാൻ സെലക്ട് ചെയ്യണം, അത് നിങ്ങളുടെ കടമയാണ്. എനിക്ക് സ്പൈസി ഷവർമ വേണ്ട. വേണ്ട. ഐ എം ഓൾവേസ് ഹോട്ട്. ഇറക്കി വിടറിയതിലേക്ക് രണ്ട് വളവും കൂടെ സഹിച്ചാൽ മതി. ചാവടി ബുക്കും ശ്രീകാര്യവും മണ്ണന്തലയും. മണ്ണന്തല നമ്മൾ കയറില്ലല്ലോ. കേരളത്തെ പൂരം അല്ലല്ലോ. കേരളത്തെ വരും. മണ്ണം ശ്രീകാര്യത്തിന് ഓടിക്കോണം. ഇവിടെ ഒരാള് ഒരു ഫുള്ള് അൽഫാമും പറഞ്ഞു. മന്തി കണ്ടല്ലോ. കുബൂസ് റൊമാലി റൊട്ടിയാണ്. എന്ത് വേണം? കുബൂസ് വേണം, മന്തി വേണം. എനിക്ക് ഷവർമ മതി. എനിക്ക് ഷവർമയും ഒരു ക്വാർട്ടർ അൽഫാം. എനിക്ക് ഷവർമ മതി. ക്വാർട്ടർ ലെഗ്. നോർമൽ ഡബിൾ ചീസ്. എനിക്ക് ഷവർമയും അൽഫാമും ചെറുത് ചിക്കൻ കോട്ടച്ചേരി. അവിടെ വാങ്ങിച്ചു കൊടുത്തു പറഞ്ഞു വിടാൻ ഐറ്റങ്ങള് ചേർക്കും. അത് ഡബിൾ ചീസാണ്. ഡബിൾ ചീസിൽ 2 മൈനസ് വേണ്ട. ചേട്ടൻ എന്തെങ്കിലും മനസ്സിലായാൽ അപ്പച്ചിയാണല്ലേ എന്നെ വിളിക്കുന്നത് അറിയോ? അപ്പത്തി. അവളെ അതൊക്കെ വിളിച്ചാൽ മതി. അതൊക്കെ വിളിച്ചാൽ നോ മണി. നോ മണി പൈസ വേണ്ടെന്ന് പറഞ്ഞേരി. അത് വേണ്ട. പിന്നെ തിന്ന ചേസ്. ഇതെല്ലാം നിനക്കാണോ? ഓ ഇതെല്ലാം എനിക്കാ. എന്താ കയ്യിൽ ചുരുട്ടി വെച്ചേക്കണ? എന്താ കയ്യിൽ ചുരുട്ടി വെച്ചേക്കണ? ഷവർമേന് നോ മയോ. മയനേഴ്സ് എനിക്കുണ്ടാവും കൊടുക്കും. നമ്മൾ മയനേഴ്സിൻ്റെ ആളുകളാണ്. രതീഷ് അഭിപ്രായം പറ, എങ്ങനെയുണ്ട്? എടാ അത് മയനേഴ്സ് ഉണ്ടോ? നീ ഷവർമ എന്നാ തന്നെ ഇരിക്കണത്? ഞാൻ കഴിച്ച കോമഡി ആയിരിക്കും. ഇനി ഇതൊന്ന് കീറാണ്.
കൂട്ട് വെട്ടി. നമ്മള് വന്ന വഴി മറക്കരുത് അല്ലേ? പണ്ടേ ഇങ്ങനെ പേപ്പർ എന്നും പറഞ്ഞൊരു മയോ ഇല്ലേ? കടിക്കുമ്പോൾ ടേസ്റ്റ് ജ്യൂസ് നീ പേപ്പറും ചേർത്താണോ കടിക്കണം? വായും തുടച്ചെടുക്കാല്. നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് എരി കുഴപ്പമില്ല. ഞാൻ എരി കഴിക്കും. അറിയാണോ ഞാൻ എരി കഴിക്കും. ഇത്രയും തിന്നണമല്ലോ ഭഗവതി. മരുഭൂമിയിൽ മഴ പെയ്തോളെ. ഗൈസ് അങ്ങനെ നമ്മള് നായിക നിവിൻ പോളി പോവുകയാണ്. പാട്ട് നിന്നില്ല. ഷൂട്ട് കഴിഞ്ഞു. എന്നെ സേഫ് ആയിട്ട് ഒരു വീട്ടിലാക്കിയിട്ടുണ്ട്. ഫുഡ് മേടിച്ചു തന്നു. താങ്ക് യു. കഥയൊന്നും പറയല്ലേ. 2 മാസം കഴിഞ്ഞിട്ട് എന്റെ ഔട്ട് വിടരുത് പ്ലീസ്. ഉടനെ വിടണം. എന്നെ സമയമില്ല. എന്നെ പിന്നെ ബൈ ബൈ ക്യാമറമാൻ. ബൈ ബൈ. ബൈ ബൈ ബൈ. മക്കളെയൊക്കെ അന്വേഷിച്ചെന്ന് പറ. മണി 9 എത്രടാ? 9 മണി. 9 മണിയായി. ബൈ ബൈ. ബൈ ബൈ. See you. നടി അസൽ നടി എന്നല്ലേ? ബൈ ബൈ. കൈ മാറ്റാം. ബൈ ബൈ. ബൈ ബൈ. ശരി ശരി ടാറ്റ. എല്ലാം എടുത്തല്ലേ? എല്ലാം എടുത്ത്. എടുത്താൻ തോന്നുന്നു. ഉണ്ടെങ്കിൽ നാളെ വല്ലതും കൊണ്ട് തരാം. ടാറ്റാ. ഓക്കെ ബൈ. ആ വീട് അവിടെ നിന്ന് താഴെ ഇറങ്ങി പോണം. ഗായ്സ് അങ്ങനെ നമ്മുടെ ഷൂട്ട് കഴിഞ്ഞതാ. രാത്രി ഇതാ 11 കാലൊക്കെ ആയപ്പോ നമ്മളെ ചെറുക്കനെ കൊണ്ട് വീട്ടിലാക്കിയിട്ടുണ്ട് അല്ലേ? വീടത്തിൽ വണ്ടി ഞാനും ഞാൻ ബൈക്കിലാണ് വന്നത്. കാറിൽ അടുത്ത് ബ്ലോക്കൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഈ ഏരിയ ഭയങ്കര ബ്ലോക്കാണ്. അങ്ങനെ ബൈക്ക് കൊണ്ടാക്കി ഞാൻ പോട്ടാടെ. പിന്നെ ഇനി അങ്ങ് പോവാറില്ല. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഷൂട്ട് സെറ്റ് ആക്കണം. ഓക്കെ ബൈ. നടക്കട്ടെ. ഹാപ്പി ജേണി. ഗുഡ് നൈറ്റ്. ഓക്കെ ഓക്കെ ബൈ. ഗായ്സ് ഞാൻ അങ്ങ് വീട്ടിൽ പോയിട്ടിരിക്കണം. ഓക്കെ അങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി. അപ്പം ഇന്നത്തെ ദിവസത്തെ ഷൂട്ട് നല്ല കിട്ടില്ല ഷൂട്ടായിരുന്നു കേട്ടോ. രക്ഷയില്ലാത്ത കോമഡിയും അലമ്പും എല്ലാം സെറ്റായിരുന്നു. അപ്പം പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള ജയദേവിൻ്റെ വീഡിയോഗ്രാഫി ചെറുക്കാൻ പൊളിയാണ്. അമ്മ ചിരിച്ച് ചത്ത് നമ്മൾ. പിന്നെ നമ്മളെ സീരിയൽ നടിയും ടെലിവിഷൻ സ്റ്റാറുമായ ശരണ്യായിരുന്നു. അപ്പോൾ ശരണ്യ വേറെ ലെവല്. അതും ഒരൊച്ചത്തോടെ വൻ കോമഡി അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ അതിനെക്കാളും കോമഡി ആയിരുന്നു. അങ്ങനെ ഇന്നത്തെ ദിവസം പോയതറിഞ്ഞില്ല. നമുക്ക് ആകെ കുറച്ച് ടൈമിന് കുറച്ച് പ്രശ്നം വന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ 1 മണിക്ക് ശരണ്യനെ പിക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞായിരുന്നു. നമ്മൾ ക്യാമറയുടെ കുറച്ച് ഇഷ്യൂ ആയപ്പം നല്ല ലേറ്റായെന്ന് പറഞ്ഞാൽ അത് കിട്ടാൻ നമുക്ക് പാടായി. അങ്ങനെ ലാസ്റ്റ് നമ്മൾ അവൻ്റെ ആദ്യം ഹരീഷ് എന്ന് പറഞ്ഞ ബ്രോയുടെ ജയദേവിൻ്റെ ഫ്രണ്ടായിരുന്നു. ജയദേവിൻ്റെ വീട്ടിൽ പോയി ഇവിടെ പാറശാല ഏറ്റിങ്ങരൊക്കെ അടുത്ത് അവൻ്റെ അടുത്ത് അവിടെ നിന്ന് അവനെ പിക്ക് ചെയ്തിട്ട് നേരെ ക്യാമറ എടുക്കാൻ വേണ്ടി വന്നു. അവൻ്റെ ഇല്ലായിരുന്നു. അവൻ്റെ ക്യാമറ എന്തോ ഷട്ടർ എന്തോ പോയി. അങ്ങനെ അത് ശരിയാക്കാൻ വേണ്ടി കൊടുത്തേക്കണം. അപ്പോൾ അവൻ്റെ ഒരു കൂട്ടുകാരൻ ഹരീഷ് എന്ന് പറഞ്ഞൊരു പയ്യൻ്റെ അവിടെ എടുക്കാൻ വേണ്ടി. അപ്പോൾ ആ പയ്യൻ്റെ ക്യാമറ വേറൊരു പയ്യൻ കൊണ്ട്. അപ്പോൾ ക്യാമറയുടെ കുറച്ച് പ്രശ്നമായപ്പം ഓടി. പിന്നെ അവസാനം ദേവദൂതനെ പോലെ അവൻ്റെ ഒരു ചേട്ടൻ നട്ടുചേട്ട ക്യാമറയാണ് നമ്മളൊന്ന് ഷൂട്ട് ചെയ്തത്. നട്ടുചേട്ട ഉള്ള വീഡിയോഗ്രാഫറൊക്കെയാണ് കേട്ടോ. അടിപൊളിയാണ്. നട്ടുചേട്ട ക്യാമറയാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. പിന്നെ ക്യാമറ കൊണ്ട് നേരെ വെള്ളനാട് നിന്ന് ക്യാമറ എടുത്ത് നേരെ മണ്ണന്തലം അവിടെ പോയി ശരണ്യനെയും പിക്ക് ചെയ്ത്. അതിൻ്റെ ഇടയിൽ ഈ വെള്ളനാടുന്ന് ആ റൂട്ട് ഭയങ്കര മഴ. അപ്പോൾ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഈ ഷൂട്ടിൻ്റെ ഇടയിൽ ഇവിടെ മഴയായിരിക്കും. അങ്ങനെ
ഷാരുവിനെ പിക്ക് ചെയ്ത് നേരെ ചിറയൻകീഴ് പോയി സ്പോട്ട് നമുക്ക് ആദ്യം സ്ഥലം മനസ്സിലായില്ല. അവിടെ കറങ്ങിയപ്പോൾ വേണം അപ്പുറത്തെ വ്യൂ പോയിന്റിലോട്ട് ചെല്ലാൻ പറഞ്ഞു ചെന്നത്. പിന്നെ അവിടെ നിന്ന് നേരെ വ്യൂ പോയിന്റിൽ പോയിട്ട് അവിടെ നിന്ന് ഫുള്ള് വീഡിയോ ഒക്കെ എടുത്ത് സെറ്റ്. അబ్బോ, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആയിരുന്നു കേട്ടോ വീഡിയോ. അത് നിങ്ങൾക്ക് വീഡിയോ വരുമ്പോൾ മനസ്സിലാവും, കിട്ടില്ല വ്യൂ ആയിരുന്നു. നമ്മളാ ഫുള്ള് ആ വീഡിയോ ഒന്ന് സെറ്റായിട്ട് എടുത്ത് നമ്മൾ വിചാരിച്ചേക്കാളും നല്ല രീതിക്ക് നമുക്ക് എടുക്കാൻ പറ്റി. എന്തോ ഇതിന് കുറച്ച് സീനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ആ പക്ക ലൈറ്റിലും ആ ബാക്ക്ഗ്രൗണ്ടും പക്ക നമ്മൾ വെച്ച ഫ്രെയിമെല്ലാം അടിപൊളി ഫ്രെയിമുകളായിരുന്നു, സെറ്റായിട്ട് എടുക്കാൻ പറ്റി. അപ്പം ഗൈസ്, അതികിടിലം ഒരു നല്ലൊരു ദിവസവും കൂടെ ആയിരുന്നു. നല്ല വൈബായിരുന്നു എല്ലാവരും. മൂന്നുപേരും സെറ്റായിരുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ വരും ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം വരുന്നതാണ്. ഓക്കെ, അപ്പം അടുത്തൊരു നല്ലൊരു